അസ്സലാമു അലൈക്കും. 5ാം ക്ലാസ്സിൻ്റെ അറബി പാഠപുസ്തകം 36-ാമത്തെ പേജാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇവിടെ നമുക്കൊരു കവിതയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. അൽ ബസ്മത്തു വൽ വർദത്തു ഉമ്മി വർദത്തു ഫി ബുസ്താനി വ അബി ബസ്മത്തു ഫി വിജ്ദാനി ഉഖ്തി വ അഖി അർഖാ സഹബി ലഹുമാ ഉഹ്ദി ഐനി ഖൽബി നൽഹു നജ്രി ഫി മൻസിലിന. കവിത നമുക്കൊന്ന് ചൊല്ലി നോക്കാം. ഉമ്മി വർദത്തു ഫീ ബുസ്താനി വ അബി ബസ്മത്തു ഫീ വിജ്ദാനി ഉഖ്തി വ അഖി അർഖാ സഹബി ലഹുമാ അഹ്ദി ഐനി ഖൽബി നൽഹു നജ്രി ഫീ മൻസിലിന നൽഹു നജ്രി ഫീ മൻസിലിന. അപ്പോൾ നമുക്ക് കവിത വായിച്ചപ്പോൾ തന്നെ ഏതാണ്ടൊരു അർത്ഥമൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ഉമ്മീ, ഉമ്മ എന്ന് പറഞ്ഞാൽ ഉമ്മയാണ്. ഉമ്മീ, എൻ്റെ ഉമ്മ. വർദ്ധത്വൻ, ഒരു പനിനീർ പൂവ് പോലെയാണ്. എവിടെയുള്ള? ഫി ബുസ്താനി, എൻ്റെ പൂന്തോട്ടത്തിലുള്ള ഒരു പനിനീർ പൂവാണ് ആര്? എൻ്റെ ഉമ്മ. വ അബീ, എൻ്റെ ഉപ്പയാണെങ്കിലോ ബസ്മത്ത്, അതൊരു പുഞ്ചിരിയാണ്. ഫി വിജ്ദാനി, എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള, ഉപ്പ എൻ്റെ മനസ്സാക്ഷിയിലുള്ള, എൻ്റെ മനസ്സിലുള്ള ഒരു പുഞ്ചിരിയുമാണ്. ഉഹ്തി, ഉഹ്ത്ത് സഹോദരി, ഉഹ്തി എൻ്റെ സഹോദരി. വ അഹി, അഹ് സഹോദരൻ, അഹി എൻ്റെ സഹോദരൻ, എൻ്റെ സഹോദരനും എൻ്റെ സഹോദരിയും. അർഖാ സഹബി, എൻ്റെ ഉറ്റ സുഹൃത്തുക്കളാണ്, എൻ്റെ ഏറ്റവും അടുത്ത ആളുകളാണ്. ലഹുമാ അഹ്ദി, ലഹുമാ ഉഹ്ദി, ഞാൻ അവർക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. ഐനി, എൻ്റെ കണ്ണും, ഖൽബി എൻ്റെ ഹൃദയവും, എൻ്റെ കണ്ണും ഹൃദയവും ഒക്കെ എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തിരിക്കുകയാണ്? സമർപ്പിച്ചിരിക്കുകയാണ്. നൽഹു നജ്രി, ഞങ്ങൾ നടക്കുകയും ഓടുകയും ഒക്കെ ചെയ്യുന്നു. ഫീ മൻസിലിന, ഞങ്ങളുടെ വീട്ടിൽ. അപ്പോൾ താഴെ ചെറിയൊരു പ്രവർത്തനമാണ്. തന്നിരിക്കുന്ന ചിത്രങ്ങൾക്ക് അനുയോജ്യമായ വരി കവിതയിൽ നിന്ന് എടുത്താൽ മതി. ഒന്നാമത്തെ ചിത്രം കൊടുത്തിരിക്കുന്നത് ഉമ്മ കുട്ടിയെ കെട്ടിപ്പിടിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഉമ്മയോടുള്ള സ്നേഹം പറയുന്ന വരി ഇതിലേതാണ്? ഒന്നാമത്തെ വരി തന്നെയാണ്. അപ്പോൾ നമുക്ക് ആ വരി എടുത്ത് ഇവിടെ എഴുതാം. ഉമ്മീ വർദത്തു ഫീ ബുസ്താനി. രണ്ടാമത്തെ ചിത്രം സഹോദരങ്ങളോടൊപ്പം കളിക്കുന്നതാണ്. അപ്പോൾ സഹോദരങ്ങളെ പറ്റി പറയുന്ന വരി ഏതാണ്? സഹോദരങ്ങളോടൊപ്പം കളിക്കുന്ന വരിയാണ്. അപ്പോൾ സഹോദരങ്ങളെ പറ്റി പറയുന്ന വരി ഉഹ്തി വ അഖി അർഖാ സഹബി, സഹോദരനും സഹോദരിയും എൻ്റെ ഒറ്റ കൂട്ടുകാരാണ്. അവരോടുള്ള സ്നേഹം കാണിക്കുന്ന വരിയാണ്. സഹോദരങ്ങളോടുള്ള സ്നേഹം കാണിക്കുന്നതാണ് ആ വരി വരുന്നത്. ലഹുമാ ഉഹ്ദി ഐനി ഖൽബി, അവർക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യും? എൻ്റെ കണ്ണും കൽബും ഒക്കെ കൊടുക്കും, അത്രയും പ്രിയപ്പെട്ടതാണ്. അപ്പോൾ ആ വരിയാണ് നമുക്കിവിടെ ചേർക്കേണ്ടത്. ലഹുമാ ഉഹ്ദി ഐനി ഖൽബി. തൊട്ടടുത്ത പേജിലേക്ക് കടക്കുമ്പോൾ ഇതേപോലെ ചേർക്കാനുള്ള വരി ചേർത്തെഴുതാനുള്ള ഒരു പ്രവർത്തനമാണ്. ഇത്തരം കവിത പൂരിപ്പിക്കുന്ന വരികൾ വരുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ടത് ഏത് വരിയാണോ പൂർണ്ണമായും കൊടുത്തിരിക്കുന്നത് ആ വരിയുടെ മാതൃകയിലാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് പൂർണ്ണമായും കൊടുത്തിരിക്കുന്ന വരി ഇതാണ്. ആ വരിയിൽ ഉമ്മി വ അബി ലസ്സത്തു ഐഷി എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഏത് വരി പോലെയുള്ളതാണ് നമുക്ക് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്? രണ്ടാമത് കൊടുത്തിരിക്കുന്ന വരി പോലെയാണ് അല്ലേ? ലസ്സത്തു ഐഷി, ഖറത്തു ഐനി, നിഅമത്തു റബ്ബി, റിഫഅത്തു മജ്ദി, ഇങ്ങനെയാണ് പോകുന്നത്.
അപ്പോൾ ഒന്നാമത്തെ വരിയിൽ പോലെയുള്ളതൊന്നും കൊടുത്തിട്ടില്ല. അതിൻ്റെ അർത്ഥം ഒന്നാമത്തെ വരി അത് തന്നെയാണ് ആവർത്തിച്ചെഴുതേണ്ടത്. ഇനി എന്ത് ചെയ്താൽ മതി? ഒന്നാമത് കൊടുക്കുന്ന വരിയെ തന്നെ നമ്മൾ ആവർത്തിച്ച് ചൊല്ലുക. അതിൻ്റെ കൂടെ അടുത്ത രണ്ടാമത്തെ സെക്ഷനിൽ വരികൾ ഇതിൽ നിന്നും എടുത്ത് ചേർക്കാം. അപ്പോൾ നമുക്കൊന്ന് ചൊല്ലി നോക്കിയാലോ? ഉമ്മീ വ അബീ ലസ്സത്തു ഐശി ഉമ്മീ വ അബീ ഖുർറത്തു ഐനി ഉമ്മീ വ അബീ നിഅമത്തു റബ്ബി ഉമ്മീ വ അബീ റിഫ്അത്തു മജ്ദി ഉമ്മീ വ അബീ ബസ്മത്തു സഅരി ഉമ്മീ വ അബീ റഹ്മത്തു ഐശി ഉമ്മീ വ അബീ ഫർഹത്തു ബൈത്തി ഉമ്മീ വ അബി ലസ്സത്തു ഐശി. വളരെ സിമ്പിളായിട്ട് നമുക്കിങ്ങനെ പൂരിപ്പിക്കാം.